ഈശോയുടെ സ്നേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈശോ നമ്മളെ ഒരിക്കലും അവഗണിക്കത്തില്ല, അങ്ങോട്ട് മാറ്റി നിർത്തത്തൊന്നുമില്ല. ഈശോ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കും. അതുകൊണ്ടല്ലേ ഈശോയെ കുറിച്ച് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് പരിസേരും നിയമജ്ഞരൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താ? അവൻ വേശ്യകളുടെയും ചുങ്കക്കാരുടെയും ഒക്കെ കൂട്ടുകാരനാണെന്നാ പറയുക. കർത്താവ് എപ്പോഴും സമൂഹം മാറ്റി നിർത്തിയ വ്യക്തികളെയൊക്കെ, സമൂഹം അവഗണിച്ച വ്യക്തികളെയൊക്കെ ചേർത്ത് പിടിച്ച ഒരാളാ. അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് തന്നെയാണ് ഇങ്ങനെ അവഗണിക്കത്തൊന്നുമില്ല. മനുഷ്യർ ചിലപ്പോൾ നമ്മളിങ്ങനെ വല്ലാതെ അവഗണിക്കും. ഞാൻ ഇന്നലെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു, വചനപ്രഘോഷം നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു അമ്മ പറയുമായിരുന്നു, പെട്ടെന്ന് വചനപ്രഘോഷത്തിനിടയിൽ അമ്മ പറഞ്ഞു, അച്ഛാ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് അവഗണിക്കപ്പെട്ടിട്ടുണ്ട് അച്ഛാ, വല്ലാതെ ഇങ്ങനെ വേസ്റ്റ് പോലെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നെ. പക്ഷെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, ആ സ്നേഹം എന്നെ പൊതിഞ്ഞിരുന്നത് കൊണ്ട് അവരോടൊക്കെ ക്ഷമിക്കാൻ പറ്റി, അവഗണിച്ചവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ പറ്റി. ഇന്ന് അവഗണിക്കപ്പെട്ടവരുടെ മുന്നിൽ തലയുയർത്തി നടക്കാൻ തക്ക വിധം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു എന്നാ പറയുക. ആരൊക്കെ അവഗണിച്ചാലും കർത്താവ് അവഗണിക്കൂല. നീ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. മനുഷ്യനെ അവഗണിക്കുമ്പോൾ നീ മുറിപ്പെട്ടൊന്നും പോകരുത്. ഒരിക്കലൊരു അമ്മച്ചി വന്നിട്ട് പറയുമായിരുന്നു, അച്ഛാ എന്നെ അവഗണിച്ചു വെച്ചാ, എൻ്റെ കുടുംബാംഗങ്ങളുടെ മധ്യത്തിൽ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവഗണനയുടെ വാക്കുകൾ മൂലം എല്ലാവരും കൂടി കല്ലെറിയുമായിരുന്നു അച്ഛാ. അപ്പം ഞാൻ പറഞ്ഞു, ഈശോയെ അങ്ങനെയായിരുന്നു ചേച്ചി. ഈശോ സ്വന്തം നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ ആളുകൾ പറഞ്ഞു, ഇത് മേരിയുടെ മകനല്ലേ, ഔസേപ്പല്ലേ, ആ തച്ചപ്പണിക്കാരൻ്റെ മകനല്ലേ. ഈശോനെ ഇങ്ങനെ ഒരു പ്രവാചകൻ ഇങ്ങനെ അവഗണിക്കുകയാണേ. അപ്പോൾ പിന്നെ ഈശോ കുരിശിൻ്റെ വഴിയിലൊക്കെ ഈശോ ഇങ്ങനെ വല്ലാതെ അവഗണിക്കപ്പെട്ടില്ലേ. നമ്മൾ മറ്റുള്ളവരുടെ മധ്യേ അവഗണിക്കപ്പെടുമ്പോൾ ഓർക്കണം, സ്വർഗത്തിൻ്റെ പരിഗണന ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നൊരു നിമിഷമാണ്. പിന്നെ ഇങ്ങനെ അവഗണനകളിലൂടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായിട്ടൊക്കെ മാറുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരാളാണ് നീ എങ്കിലും നീ വിഷമിക്കരുത്, കർത്താവ് നിന്നെ പരിഗണിക്കുമെന്നേ. അപ്പോൾ ഈ നമ്മെ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും അവഗണിക്കാത്ത ഈ സ്നേഹത്തെ പറ്റിയൊക്കെ കൂടുതൽ ധ്യാനിക്കാനൊക്കെ സാധിക്കട്ടെ. നീ ഈശോയുടെ സ്വന്തമാട്ടോ, നീ ഈശോയുടെ സ്വന്തമാ. ആർക്കും നിന്നെ വേണ്ടെങ്കിലും, ആരും നിന്നെ പരിഗണിക്കുന്നില്ലെങ്കിലും ഈശോ നിനക്കായി ദാഹിക്കുന്നുണ്ട്. ഈശോ നിന്നെ പരിഗണിക്കും. പണിക്കാറ് വേഴ്ച കളഞ്ഞ കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി തീർന്നു. ഇതുപോലെ നീയും എല്ലാവരുടെയും മുമ്പിൽ ഉയരും. കർത്താവ് നിന്നെയും നിന്റെ കുടുംബത്തെയും ഉയർത്തും. മനുഷ്യര് നിന്നെ അവഗണിക്കട്ടെ, പക്ഷെ കർത്താവ് നിന്നെ ഉയർത്തും, പരിഗണിക്കും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, എന്നെ അവഗണിക്കാത്ത സ്നേഹമേ അങ്ങേക്ക് 1000 നന്ദി. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.